ഹായ്, ഇന്ന് നല്ല നാടൻ കോവയ്ക്ക കിട്ടിയേ. അപ്പോൾ അതൊന്ന് മെഴുക്കുവരട്ടിയാക്കാമെന്ന് വിചാരിച്ചു. മെഴുക്കുവരട്ടിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ഇത്. ഇന്നിത് നമ്മൾ പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഈ കോവയ്ക്ക അരിഞ്ഞിട്ട് അതിൽ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മെഴുക്കുവരട്ടിയാക്കി എടുക്കാറേ ഉള്ളൂ. ഇതുപോലെ മസാലയൊന്നും ആക്കാറില്ല. എപ്പോഴും യൂട്യൂബിൽ കണ്ടൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ നമ്മൾ കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് അതിങ്ങനെ നീളം പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ മസാലയാക്കാൻ വേണ്ടിയിട്ട് സവാളയല്ല എടുത്തേക്കുന്നത്, നമ്മൾ ചെറിയുള്ളി ആട്ടോ എടുത്തേക്കുന്നത്. ഇതിനാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ, അതുകൊണ്ടാട്ടോ നമ്മൾ ചെറിയുള്ളി എടുത്തേ. എന്നിട്ട് നമുക്ക് ഇതും കൂടി അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ കോവയ്ക്കയിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ഞാനൊരു ഫ്രൈ പോലെ ആക്കാനാട്ടോ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിലോട്ട് നമ്മുടെ ചുവന്ന മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് 1-2 മുളകും കൂടി നമ്മളതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സ്പൈസി ആയിട്ടിരിക്കുന്ന ഇഷ്ടമായതുകൊണ്ട് കേട്ടോ ഇത് ആഡ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മുളക് പൊടിയുടെ എരിവ് തന്നെ മതിയാവും കേട്ടോ. എരിവ് ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്കിത് ചേർത്താൽ മതി. എന്നിട്ട് ഇതും കൂടി നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഈ കോവയ്ക്ക നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് അതിലോട്ട് ചേർക്കാം. ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സാക്കി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവേ. അപ്പോൾ നമ്മളിത് വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബൈ.